അടുത്ത ബുധനാഴ്ച വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങുകയാണ്. പുസ്തകത്തിന്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം. ഇന്ന് കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ അദ്ദേഹം പറയുന്നത് ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങളാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പ്രയോക്താക്കളായി CPM നേതാക്കൾ മാറിയെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. തീവെട്ടിക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ നേതൃത്വം സംഘടനാ തത്വങ്ങൾ നിർലജ്ജം ഉപയോഗിക്കുന്നു. പയ്യന്നൂർ MLA TA മധുസൂദനൻ ബൂർഷ രാഷ്ട്രീയ നേതാവിന്റെ ശൈലിയിലാണെന്നും പുസ്തകത്തിലുണ്ട്. അടുത്ത ബുധനാഴ്ച പുസ്തകം പയ്യന്നൂരിൽ പ്രകാശനം ചെയ്യും. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുൾപ്പെടെ സാമ്പത്തിക ക്രമക്കേടുകളും അതിന്റെ വിശദമായ കണക്കുകളുമാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകത്തിൽ പ്രധാനമായും ഉള്ളത്. ഇതിനൊപ്പമാണ് പാർട്ടി നേതൃത്വത്തെയും വിമർശിക്കുന്നത്. CPM-നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചു. ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് പാർട്ടിയായി CPM മാറി. നേതാക്കൾ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പ്രയോക്താക്കളായി. അവരെക്കുറിച്ച് പഠിച്ചാൽ ഒരു പ്രബന്ധം തന്നെ തയ്യാറാക്കാനുണ്ടെന്ന് പുസ്തകത്തിൽ പറയുന്നു. 16 അധ്യായങ്ങളും 96 പേജുമുള്ള പുസ്തകത്തിൽ പയ്യന്നൂർ MLA TA മധുസൂദനെ നിശിതമായാണ് വിമർശിക്കുന്നത്. എതിർക്കുന്നവരോട് മരണം വരെ പകവച്ചു പുലർത്തുന്ന ആളാണ് MLA എന്നും ബൂർഷ രാഷ്ട്രീയ നേതാവിനെ ശൈലിയാണെന്നടക്കം വിമർശനങ്ങൾ നീളുന്നു. നമുക്ക് ഈ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം CPM-ന് മേലുള്ള ഒരു കൂരമ്പായി, ഒരു അസ്ത്രമായി ബാധിക്കില്ലേ? ഒരു 25 വർഷം മുമ്പായിരുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് ഇത് വായിക്കുന്ന പലരും ചിരിക്കും. ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന, സാധാരണ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പല കാര്യങ്ങൾക്കും ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളതിനപ്പുറത്തേക്കാൾ വ്യക്തമായ തെളിവിൻ്റെ സപ്പോർട്ടോടെ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ആ തെളിവിൻ്റെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ 16 അധ്യായങ്ങളുണ്ട്, 96 പേജുണ്ട്. അപ്പോൾ 16 അതിൽ മെയിനായിട്ട് വില്ലൻ്റെ സ്ഥാനത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് മധുസൂദൻ തന്നെയാണ്. അപ്പോൾ അത് നല്ല കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പോയിൻ്റ് ഔട്ട് ചെയ്യാതെ ഇത്തരം ആരോപണങ്ങൾ ബ്ലാൻഡായിട്ട് ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അപജയത്തിൻ്റെ കാരണക്കാരനായിട്ട്, അല്ലെ അത്ര അപജയങ്ങളുടെ തുടക്കക്കാരനായിട്ട് കണ്ണൂർ ജില്ലയിൽ അല്ലെ പയ്യന്നൂർ ആരെ കാണിച്ചിരിക്കുന്നു? മധുസൂദനെ കാണിച്ചിരിക്കുന്നു. അദ്ദേഹം വെറും സഖാവല്ല, ഏരിയ സെക്രട്ടറി അല്ലെ MLA കൂടിയാണ്. പാർട്ടി ജനങ്ങളുടെ നേതാവായിട്ട് വിട്ടുകൊടുത്ത ആളാണ്. നിങ്ങളെ നയിക്കാനായിട്ട്, പയ്യന്നൂരിലെ സഖാക്കളെ നയിക്കാനായിട്ട് പാർട്ടി തിരഞ്ഞെടുത്ത ആരെയാണ്? മധുസൂദനെയാണ് തിരഞ്ഞെടുത്തത്. ആ മധുസൂദനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പാർട്ടിക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെപ്പറ്റി ഇതിനു മുമ്പും പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, പല തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം പാർട്ടി അവഗണിക്കുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത് ഇതിലൊരു അപകടകരമായ കാര്യം ഞാൻ കാണുന്നത്, കുഞ്ഞികൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞത്, ഗോവിന്ദേട്ടൻ്റെ മരണശേഷമാണ് അധികാരത്തിലേക്ക് ആര് വന്നത്? മധുസൂദൻ്റെ കയ്യിലേക്ക് പാർട്ടിയുടെ അധികാരം ഒതുങ്ങിയത്, അല്ലെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കിയത് ഗോവിന്ദേട്ടൻ്റെ മരണത്തിന് ശേഷമാണ്. അതുവരെ കുഴപ്പമില്ലാതെയാണ് കാര്യങ്ങൾ പോക്ക്. വേറൊരു കാര്യം പറയട്ടെ, പാർട്ടി പ്രവർത്തനത്തിന്റെ അന്ത്യം എന്ന തലക്കെട്ടോടെ അവസാനത്തെ അധ്യായത്തിൽ തീരുന്നത് ഇങ്ങനെയാണ്: പാർട്ടിക്കകത്തെ തെറ്റുകൾക്കെതിരെയും സമൂഹത്തിലെ അനീതികൾക്കെതിരെയും സധൈര്യം പോരാടിയ സഖാവ് VS അച്യുതാനന്ദന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ പുസ്തകം സമർപ്പിക്കുന്നു. അതേസമയം പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവർ ഏറുകയാണ്. ഊർക്കര ബ്രാഞ്ച് യോഗം 12 പേർ ബഹിഷ്കരിച്ചു. കോറോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലാണ് പ്രതിഷേധം. യോഗം ചേരാൻ കഴിയാതെ ഏരിയ കമ്മിറ്റി അംഗം മടങ്ങുകയായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അല്ല, ഇത് ഒരു കാര്യം പാർട്ടി അണികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്, ഇപ്പോഴല്ല ആലോചിക്കുന്നത്. പക്ഷേ ഈ പാർട്ടി അണികളിലെ സ്വാധീനമുള്ളവരെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് കോൺട്രാക്ട് വർക്കും ഊരാളുകൾ സൊസൈറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക സ്വാധീനവും, ആ സാമ്പത്തിക സ്വാധീനം കൊണ്ട് തന്നെ കുറേ കേഡേഴ്സിനെ ഇവർക്ക് കൂടെ നിർത്താൻ പറ്റും. കോപ്പറേറ്റീവ് ബാങ്കിലെ നിയമനത്തിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് CPM-ലെ ഏറ്റവും വലിയ അട്രാക്ഷനായിരുന്നു, മലബാർ ഭാഗത്തെ അട്രാക്ഷനായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കുകളിലെ നിയമനം, പാർട്ടി പ്രവർത്തനം, അല്ലെ പാർട്ടി നേതാവിൻ്റെ ശിങ്കിടികൾക്ക്. അതുപോലെ തന്നെ ദിനേശ് ബിഡി ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നു. റബ്കോ, ഇങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ വഴി പാർട്ടിക്ക് അണികളെ ചേർക്കാനും ജോലി കൊടുക്കാനും പറ്റുന്നൊരു സംവിധാനമായിരുന്നു അവിടുത്തെ കണ്ണൂർ പാർട്ടിക്കുണ്ടായത്. ആ സംവിധാനം ഉപയോഗിച്ച് കുറേ നേതാക്കൾ എന്തായി? സമ്പന്നരായി. അതുപോലെ തന്നെ പാർട്ടിയെ നിയന്ത്രിക്കാനുള്ള ശക്തിയും ആ സമ്പത്തിലുള്ളവർ. ഇതിൽ പറയുന്നത്
പയ്യന്നൂരിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് 2007 മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയത് മുതലാണ്. അതായത് പയ്യന്നൂരിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് 2007 മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയത് മുതലാണെന്നും താനാണ് പയ്യന്നൂരിലെ നേതൃത്വമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മധുസൂദനൻ ശ്രമിച്ചുവെന്നും പുസ്തകത്തിൽ പരാമർശിക്കുന്നു. പാർട്ടിയിൽ ചെറു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ബൂർഷ രാഷ്ട്രീയ നേതാവാണ് മധുസൂദനൻ. പയ്യന്നൂരിലെ പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാൻ നോക്കി. തനിക്കുമേലെ ആരും വളരരുത് എന്നായിരുന്നു ചിന്ത എന്നതടക്കം അതിരൂക്ഷ വിമർശനമാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. വിഭാഗീയത തുടങ്ങിയത് അവിടെ നിന്നാണെന്നും എല്ലായ്പ്പോഴും നേതൃത്വം മധുസൂദനെ രക്ഷിച്ചുവെന്നും പുസ്തകത്തിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ പറഞ്ഞതാണ്. ഇത് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത് കേവലം ഒരു ഉണ്ടയില്ല വെടിയല്ല. ബഹുമാനപ്പെട്ട മുൻ ദേശാഭിമാനിയിലെ പത്രപ്രവർത്തകനായിരുന്ന അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമല്ല ഉള്ളത്, ശക്തമായ പിണറായി വിരുദ്ധ വികാരമുണ്ട്. ഇത് ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്തു നിന്നും സമാനമായ ഫണ്ട് വിവാദമൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇത് കേവലം വിനോദ് കുമാറിന്റെ കേവലം ഒറ്റപ്പെട്ട സംഭവം. ഇതെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളം ഭരിച്ച പിണറായി സർക്കാരിന് മേലുള്ള പ്രഹരമാണ് ഈ കുഞ്ഞികൃഷ്ണനും അതുപോലെ ഫണ്ട് വിവാദവും ധനരാജ് വിവാദവും എല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. കരുവന്നൂർ വിഷയം ഒരു എക്സാമ്പിളായി വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം. ഇത് കേവലം ഒറ്റപ്പെട്ട. ഇത് ഇനിയും ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇനിയും ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ജീർണതയുടെ ഉദാഹരണങ്ങളായി ഇനിയും ഉയർന്നു വരാനുണ്ട്. പക്ഷേ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേവലം 20% അല്ലെങ്കിൽ 25% അല്ലെങ്കിൽ 30% മാത്രമാണ്. പല കാര്യങ്ങളും ഇനിയും മാധ്യമങ്ങളുടെ ഇനിയും വരും മാസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പായിട്ടൊക്കെ ഇനിയും പല കാര്യങ്ങൾ പുറത്തു വരും. പല സഖാക്കന്മാരും പല പാർട്ടിയിലെ ദീർഘമായി പ്രവർത്തിക്കുന്ന പല സഖാക്കന്മാരും ഇനിയും പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് തീർച്ചയായിട്ടും ഉറച്ചു വിശ്വസിക്കാമെന്നാണ് അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിനെ നമുക്കറിയാം, ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ്, ദേശാഭിമാനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ദീർഘദൃഷ്ടിയുള്ള ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ചാനൽ ചർച്ചകളിൽ സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു. ഒരു എഴുത്തുകാരിയുടെ പുസ്തകം സമ്മാനിക്കാൻ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിന്റെ വീട്ടിൽ പോവുകയുണ്ടായി, എറണാകുളം കലൂരിലുള്ള വീട്ടിൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, പാർട്ടിയിൽ കേരളത്തിലെ CPM ജീർണിച്ച അവസ്ഥയാണ്. ഞാൻ ഒരിക്കലും പാർട്ടി എനിക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് പറയുന്നതല്ല. ഈ ഉണ്ണികൃഷ്ണനും അതുപോലെ പല സഖാക്കന്മാരും ഇപ്പോൾ ഹസ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കാരണം പാർട്ടി ഇപ്പോൾ ജീർണിച്ച അവസ്ഥയാണ്. ഇടത് വ്യതിയാനം പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും പാർട്ടി ബഹുദൂരം പോയി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ലേബൽ ഇപ്പോൾ CPM-ന് ഒരിക്കലും ചാർത്തി കൊടുക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉണ്ണികൃഷ്ണനായാലും ഹസ്കർ ആയാലും നമുക്കറിയാം, ഹസ്കർ ഇന്നലെ 36 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു. അദ്ദേഹം 36 വർഷമായിട്ട് പാർട്ടി മെമ്പറായിരുന്നു. അദ്ദേഹം ഇടത് നിരീക്ഷകനും ഇടത് സഹയാത്രികനുമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഭയങ്കരമായ വേറൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം ചേർന്നത് RSPയിലാണ് ചേർന്നത്. കാരണം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് അത്രമാത്രം ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം BJP-യിലേക്കല്ല പോയത്. നമുക്ക് S രാജേന്ദ്രനായാലും റജി ലൂക്കോസ് ആയാലും പോയത് എങ്ങോട്ടാണ്? BJP-യിലേക്കാണ് പോയത്. ഹസ്കർ പോയത് RSPയിലേക്കാണ് പോയത്. ഹസ്കർ വൈകുന്നേരം ഇന്നലെ കൊല്ലത്ത് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഹസ്കറിനെ പോലെ ഉള്ള ഒരാള് ഒരു നിലപാടുള്ള ഒരു അതിലൊരു വലിയ പൊളിറ്റിക്കൽ മൂവ് ഉണ്ട്. ഹസ്കറിനെ പോലുള്ള ആൾ RSPയിൽ ചേരുകയാണ്. ആ ഫംഗ്ഷനിൽ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് VD സതീശനാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. കൊല്ലം ജില്ലയിൽ RSP ഒരു വികാരം, CPM-നൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനൊപ്പം തന്നെ. അവർക്കൊരു ആക്ഷേപമുള്ളത് ചവറ മുതൽ ചവറ വരെ എന്നുള്ള പാർട്ടി, എങ്കിൽ പോലും അടിത്തറയുള്ള കൊല്ലം ജില്ലയിൽ നല്ല ശക്തമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാണ് RSP. ശ്രീകണ്ഠൻ നായരും ബേബി ജോണും TK ദിവാകരനൊക്കെ കുമാരവിള്ള സാറുമൊക്കെ അറിയപ്പെടുന്ന നേതാക്കൾ ഇപ്പോഴത്തെ പല നേതാക്കളെക്കാൾ കോൺഗ്രസ് CPM നേതാക്കളെക്കാൾ അറിയപ്പെടുന്നവർ തന്നെയായിരുന്നു ഇവരൊക്കെ. ഇപ്പം RSPയിലെ ഹസ്കർ ചേരുന്ന വഴി RSPയുടെ പഴയ സ്പിരിറ്റുള്ള ആൾക്കാർ, സൈലൻ്റ് ആയിരിക്കുന്നവർ, അവർക്ക് കൂടി ഇപ്പോൾ എക്സ്ട്രാ ആവേശം കിട്ടും. അത് CPM-ന്റെ അടിവേര് കൊല്ലത്ത് പറിക്കാൻ ചിലപ്പോൾ കാര്യമായേക്കാം. K മുരളീധരൻ കൊല്ലത്ത് മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികം കൊല്ലത്ത് K മുരളീധരനെ പോലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് വരികയാണെങ്കിൽ സ്വാഭാവികം RSPക്കും അതുപോലെ കോൺഗ്രസിനും അതൊരു പുതുജീവൻ നൽകുന്ന ഒരു നടപടിയായിട്ടത് മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് ഹസ്കർ, നമുക്കറിയാവുന്ന ഹസ്കറിനെ നമ്മൾ നിസ്സാരമായി എഴുതി തള്ളേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഒരു 6-7 വർഷമായി ചാനൽ ചർച്ചകളിൽ CPM-നെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ
വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന് പോലും പറഞ്ഞത് അതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഒരു പ്രായമായ ആളല്ലേ, അതുകൊണ്ട് ഞാൻ കാറിൽ കയറ്റി. അതങ്ങനെയല്ല, അത് സമൂഹത്തിന് നൽകുന്ന ഒരു തെറ്റായ ഒരു മെസ്സേജ് ഉണ്ട്. വെള്ളാപ്പള്ളി എൻ്റെ ആളാണ്, CPM-ന്റെ ആളാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആളാണ്. 3 സംഭവങ്ങൾ ഒരുമിച്ച് കാണണം. ഇപ്പോൾ ആദ്യം ഐഷാപ്പോറ്റി CPM വിടുന്നു, കോൺഗ്രസിൽ ചേരുന്നു. അതിനിടയ്ക്കാണ് ഈ കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുകൾ വരുന്നത്. പാർട്ടിക്ക് എതിരായിട്ട് അങ്ങനെ അദ്ദേഹം പറയുന്നില്ല, പാർട്ടിയുടെ പിണറായി വിജയൻ സ്റ്റൈലിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്കെതിരായിട്ടുള്ള വെളിപ്പെടുത്തൽ വരുന്നു. അപ്പം ജനങ്ങളുടെ ഇടയിൽ CPM-ൻ്റെതിനെക്കുറിച്ച് ബൗദ്ധിക രംഗത്തും സംഘടനാ രംഗത്തുള്ള ചർച്ചകളിലേക്ക് വരുന്ന സമയത്താണ് ഹസ്കർ, ഇവരുടെ മുഖമായിരുന്ന ഹസ്കർ 36 വർഷത്തെ പാർട്ടി ഈ ബന്ധം ഉപേക്ഷിച്ച് RSPയിലേക്ക് ചേരാൻ തീരുമാനിക്കുന്നത്. ഈ കെ സോമപ്രസാദ് എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് ഹസ്കറിനോട് പറഞ്ഞത്, ഇനി ഇടത് നിരീക്ഷകൻ, ഇടത് സഹയാത്രികൻ എന്ന ലേബൽ ഉപയോഗിക്കാൻ പാടില്ല. താക്കീത് ചെയ്തു, ശാസിച്ചു ഹസ്കറിനെ. അപ്പോൾ ഹസ്കർ പറഞ്ഞത്, ഞാൻ ഇനി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിലായിരിക്കും, ഇടത് സഹയാത്രികൻ എന്ന പേര് ഞാൻ ഉപേക്ഷിച്ചു, ഇടത് നിരീക്ഷകൻ എന്ന ലേബൽ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു, ചാനലുകൾ വിളിച്ചാൽ ഇനിയും ഞാൻ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ്, ഞാൻ പേടിച്ചു പോയി, സോമപ്രസാദിനെതിരെ ഞാൻ ഇട്ടേക്കുന്നത്, ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കൂ എന്നും പറഞ്ഞാൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഫേസ്ബുക്കിൽ. അതിനകത്തൊരു വലിയ ചരിത്രമുണ്ട്. ഇപ്പം ഹസ്കർ അങ്ങനെ പോകുമ്പം ഇടത്ത് നിരീക്ഷകന്റെ പേര് ഒഴിവാക്കാൻ പറഞ്ഞ് ഇവർക്ക് എന്താ അവകാശം? അങ്ങനെ RSPയിലാണ് പോയിരിക്കുന്നത്, ഇടതുപക്ഷക്കാരനല്ലേ? അല്ല, ഞാൻ പറഞ്ഞ മുമ്പത്തെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ലെന്ന് ഇപ്പൊ RSPയിലല്ലേ അദ്ദേഹം ഇടതുപക്ഷ പാർട്ടി ഇടത്ത് നിരീക്ഷകൻ, ഇടത്ത് മുന്നണി നിരീക്ഷകൻ എന്ന് പറയാൻ പാടില്ലെന്ന് വേണേൽ പറയാം. LDFന്റെ നിരീക്ഷകനാണെന്ന് പറയാൻ പാടില്ല, ഇടത്ത് നിരീക്ഷകൻ എന്ന് പറയത്തില്ല, തെറ്റില്ല. എത്രയോ പേര് കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിരീക്ഷകൻ തെറ്റില്ല. പക്ഷെ ഇവിടെ ഇതൊരു മൊത്തം ചേഞ്ചാണ്. ആ ചേഞ്ചിന് ചില തിയററ്റിക്കൽ ആശയപരമായ അടിത്തറ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ പുസ്തകത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് പറയുന്നത്, ഈ കുഞ്ഞികൃഷ്ണൻ എഴുതുന്ന പുസ്തകം അണികൾ തിരുത്തണം നേതൃത്വത്തെ എന്ന് പറയുന്ന പുസ്തകത്തിന് വലിയ ഇതുണ്ട്. ഒരുപക്ഷെ കുഞ്ഞികൃഷ്ണൻ പോലും അതിൻ്റെ ആവേശം കൊണ്ട്, ഈ പുസ്തകം എഴുതാൻ ആവേശം കൊണ്ടിരിക്കുന്നത് മഹാനായ ലെനിൻ്റെ ഒരു വാചകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ വളരുന്നതനുസരിച്ച് അവൻ്റെ പുറകിൽ അവരുടെ അനുയായികൾ, ഈ നേതാവിൻ്റെ അനുയായികൾ തൂക്കുമായിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും സമയത്ത് ഇവർ പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായാൽ, അഴിമതിക്കാരായാൽ, സ്ത്രീപീഡകരായാൽ ഒരു മടിയും വിചാരിക്കേണ്ട. ലെനിൻ പറഞ്ഞിരിക്കുന്നതാണ്, തൂക്കുമായിട്ട് തന്നെ ഇവൻ്റെ പുറകെ ഉണ്ടായിരിക്കണം. കുഞ്ഞികൃഷ്ണൻ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. തൂക്കുമായിട്ടല്ല, പേനയുമായിട്ട് നിൽക്കുകയാണ്, ഇവരുടെ വിവരങ്ങളെല്ലാം തുറന്നു കാണിക്കാൻ. അതാണ് കുഞ്ഞികൃഷ്ണൻ്റെ ആ പുസ്തകത്തിൻ്റെ മഹത്വം. ആ മഹത്വത്തെ നാളെ ഇത് കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടും. വീണ്ടും ഇത്തരം പുസ്തകങ്ങൾ വരും. ഇതുപോലുള്ള അറിവുകൾ എഴുതാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെഴുതി കഴിയുമ്പോഴാണ്. അത് മാത്രമല്ല രാജമോഹൻ, ഒരു കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഈ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ പുറത്താക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? കുഞ്ഞികൃഷ്ണനെതിരെ അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. TA മധുസൂദനെ പോലെയുള്ള ഒരു MLA ഇത്രയും അഴിമതിയും സ്വജനപക്ഷപാതവും കാണിച്ച മധുസൂദനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് MV ജയരാജനും KK രാഗേഷും പറഞ്ഞത്. അത് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, നിസ്സാരമായി തള്ളിക്കളയുന്നല്ല. ഇവർ പറയുന്നതിനൊക്കെ MV ജയരാജൻ പറഞ്ഞതിനൊക്കെ പ്രധാനം ഇതിനൊക്കെ മൊത്തം ഒരു ന്യായീകരണം വേറെ ആൾ നൽകിയിട്ടുണ്ട്. EP ജയരാജൻ നൽകിയിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? സഹാക്കൾ ഇനി പഴയ പോലെ ഒന്നും ജീവിക്കേണ്ട, കഷ്ടപ്പെട്ടൊന്നും ജീവിക്കേണ്ട, കട്ടൻ ചായയും പരിപ്പും മാത്രമല്ല, ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റും മസാല ദോശയും അതുപോലെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ഇനി പുതിയ സഹാക്കളുടെ ശൈലി അതായിരിക്കുന്ന പരസ്യമായിട്ട് പറഞ്ഞ ആളാണ് EP ജയരാജൻ. കണ്ണൂരിലെ ഏറ്റവും പ്രബലനായ നേതാവ്, പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവ്. അപ്പോൾ EP ജയരാജൻ പറഞ്ഞത് പോവുക എന്നേ മധുസൂദനൊക്കെ ചെയ്യുന്നുള്ളൂ. സുഖമായിട്ട് ജീവിക്കുക എല്ലാ തരത്തിലും. അതിനുള്ള പൈസ ഇവർക്കില്ല. നേരത്തെ കുടുംബത്തെ കാരണന്മാരുണ്ടാക്കി വെച്ചിട്ടില്ല, അല്ല ജോലി കൊണ്ട് സമ്പാദിച്ചിട്ടില്ല. പിന്നെയുള്ള മാർഗ്ഗം തന്നെ പാർട്ടി പ്രവർത്തനം കൊണ്ട് സമ്പാദിക്കുക, സഹകരണ ബാങ്കുകൾ വഴി സമ്പാദിക്കുക, സുഖമായി ജീവിക്കുക. ഈ സമ്പാദിച്ച് സുഖമായി ജീവിക്കുക എന്നുള്ളതിലേക്ക് സുഖലോലുപതയോടെ ആഡംബരത്തോടെ ജീവിക്കുക, കുഴപ്പമില്ല. പരിപ്പോളയും കട്ടൻ ചായ നമുക്ക് ഉപേക്ഷിക്കാം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഫെബ്രുവരി 3-ന് പ്രകാശനം ചെയ്യും. അപ്പോൾ പുസ്തകത്തിൽ എന്തൊക്കെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് പാർട്ടിക്ക് എതിരെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.